നമസ്കാരം. സംഭാവന നൽകിയില്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ലെന്ന് പ്രവാസിയായ പമ്പ് ഉടമയ്ക്ക് യൂണിയൻ നേതാവിന്റെ ഭീഷണി. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള നയാറ പമ്പിന്റെ ഉടമസ്ഥൻ അശ്വിനാണ് CNTU നേതാവിനെതിരെ രംഗത്ത് വന്നത്. പണം കൊടുക്കാതെ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. CIT നേതാവ് 1000 മുതൽ 5000 രൂപ വരെ പണം പിരിക്കുന്നുണ്ടെന്നാണ് പരാതി. ആദ്യം CPM ജില്ലാ സമ്മേളനത്തിനുള്ള സംഭാവന എന്നാണ് പറഞ്ഞത്. ജില്ലാ സമ്മേളനങ്ങൾക്ക് സംഭാവനകൾ വേണ്ടെന്നുള്ള പാർട്ടി നിർദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സംഭാവന മാറ്റി ഡൊണേഷനാക്കി. പാർട്ടിക്കാരനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടും ഭീഷണി തുടരുകയായിരുന്നുവെന്നും അശ്വിൻ പറയുന്നു. നമസ്കാരം, എന്റെ പേര് അശ്വിൻ എന്നാണ്. എനിക്കൊരു പെട്രോൾ പമ്പാണ് നാട്ടിലെ തിരുവനന്തപുരത്ത്. അപ്പൊ എന്റെ പ്രശ്നം വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന പോലെ പെട്രോൾ പൈസ പിരിവ് ചോദിച്ചു കൊടുത്തില്ല, അതിന്റെ പേര് വണ്ടി തടഞ്ഞിട്ടു. ഇത് വിഷയം തുടങ്ങിയിട്ട് 1 മാസത്തിന് മുകളിലായി. എന്റെ വണ്ടി അവിടെ ഓടി തുടങ്ങിയപ്പോ ഉള്ളതിന്റെ വിഷയമാണ് അവർ പറയുന്നത്. അവർക്ക് 10,000 രൂപ ആദ്യം എന്നോടൊരു എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഒരു രസീത് ഡ്രൈവറിന്റെ ഫോട്ടോ കൊടുത്തു വിട്ടു. രസീത് കൊടുക്കത്തില്ല, ഫോട്ടോ കൊടുത്തു വിട്ടു. ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞു ഈ രസീത് കാണിച്ചിട്ട് 10,000 രൂപ മേടിച്ചോണ്ട് വരണമെന്ന്. അങ്ങനെ എന്നോട് വന്ന് 10,000 രൂപ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എറണാകുളം ജില്ലാ സമ്മേളനം അല്ല, CPMന്റെ ഒരു ജില്ലാ സമ്മേളനത്തിന് പിരിവില്ലല്ലോ, പിരിവ് വേണ്ടെന്ന് കർശനമായിട്ട് പാർട്ടി എടുത്ത നിലപാടാണ്. പാർട്ടിക്കാരെന്നുള്ള രീതിയിൽ എനിക്കറിയാം, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹാക്കൾ എന്നോട് പറഞ്ഞ് എനിക്കറിയാം. അപ്പൊ അത് ഞാൻ ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞു എന്നാ ജില്ലാ സമ്മേളനത്തിനല്ല, അത് ഒരു ഇതിന് പറഞ്ഞതാണ്, ഡൊണേഷനായിട്ട് തരാനെന്ന്. പാർട്ടിക്ക് ഡൊണേഷൻ ഞാൻ കൊടുക്കണോ വേണ്ട എന്നുള്ള ഇവരാണോ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഈ തിരുവനന്തപുരത്ത് സ്ഥാപനം നടത്തുന്ന ഞാൻ എറണാകുളത്താണോ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കേണ്ടത്? അപ്പൊ അത് ഞാൻ എന്നോട് വിളിച്ച് 10,000 രൂപ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ 10,000 രൂപ തരാനില്ല, അതുകൊണ്ടെങ്കിൽ കൊടുക്കേണ്ടവർക്ക് ഞാൻ കൊടുത്തോളാം. അങ്ങനെ എനിക്ക് മനസ്സുണ്ട് കൊടുക്കാൻ, ഞാൻ കൊടുക്കാറുമുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അതെന്നെ അറിയാവുന്നവർക്ക്, പാർട്ടിക്കാർക്കും അറിയാം, ഇതര പാർട്ടിക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളത് ചെയ്യുന്ന അനുസരിച്ച് ഇത് ഇപ്പം എറണാകുളത്ത് നമുക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് എന്താ വെച്ചാൽ ചെയ്യുന്നുണ്ടോ, അത് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ഭീഷണിയായി, നിന്റെ പമ്പ് പൂട്ടിച്ച് കളയും. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലാണ്. അപ്പൊ എന്റെ അച്ഛനെ ദിവസവും വിളിച്ച് ഇതുപോലെ അങ്ങ് ഭീഷണിപ്പെടുത്തുക, നിന്റെ പമ്പ് പൈസ കൊടുത്തുവിടാൻ പറഞ്ഞിട്ട് കൊടുത്തുവിടാത്ത എന്താ, നിന്റെ വണ്ടി ഇനി ഓടിക്കത്തില്ല, നിന്റെ പമ്പ് പൂട്ടിക്ക്, നിന്നെ വെളി വെച്ച് കൈകാര്യം, ഇതൊക്കെയാണ് പറച്ചിൽ. അങ്ങനെ അച്ഛൻ ദിവസം സഹിയിട്ട് എന്നെ വിളിക്കും, ഞാനിവിടെ ജോലി തിരക്കിന്റെ ഇടയിൽ വിളിക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ ഈ ബാബുവിനെ ഒരു ദിവസം വിളിച്ചിട്ട് എടുത്തില്ല. അങ്ങനെ ഇന്നലെ എന്റെ വണ്ടി അവർ തടഞ്ഞിട്ടപ്പോ ഞാൻ ഈ പറയുന്ന ബാബുവിനെ വിളിച്ചപ്പോഴാണ് ബാബു പറയുന്നത്, നീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല, നീ പൈസ തരുന്നില്ലല്ലോ, നീ പൈസ തന്നേ എന്നുള്ള രീതിയിൽ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു, ചേട്ടാ എന്നെ കൊണ്ട് ഇപ്പൊ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ആലോചിച്ചിട്ട് ചേട്ടനെ അറിയിക്കാം, എന്റെ വണ്ടി ഇപ്പൊ കേട്ടെന്ന് പറഞ്ഞു. നടന്നില്ല. അങ്ങനെ മറ്റൊന്നും പറഞ്ഞിട്ട് ഒരു തരത്തിലും സമവായത്തിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ റഹീം സഖാവിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു, സഖാവ് ഇന്ന പോലൊരു വിഷയമുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ സഖാവ് പറഞ്ഞു, ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യ അശ്വിനെ, ഇതെന്തോ സംഭവം അറിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിലും അവിടുത്തെ MLA മാക്സി സഖാവിനെയും വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇവർക്കൊന്നും ഇതിനെപ്പറ്റി, ഈ പിരിവിനെപ്പറ്റി അറിവില്ല. ഇവര് കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസമൊക്കെ 1000, 500, 250 അവർക്ക് തോന്നുന്ന പിരിവ് അവർ വണ്ടിക്കാരുടെ നിന്നും പമ്പുകാരുടെ നിന്നും മേടിക്കുന്നുണ്ടെന്ന അറിവ് എന്നോട് നേരിട്ട് പറഞ്ഞവരുമുണ്ടേ. അപ്പൊ അങ്ങനെ മേടിക്കുന്ന കൂട്ടത്തില് ഇപ്പൊ എന്നോട് പുതിയ വണ്ടി ആയതുകൊണ്ട് 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞതാണ് ഇപ്പൊ ബാബു ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ സാറേ എന്റെ ഇല്ല 10,000 ഒന്നും തരാം. അപ്പൊ 5,000 തരാം. ഞാൻ പറഞ്ഞു ഡ്രൈവറിന്റെ ഒരു 1000 രൂപ ഇരിപ്പുണ്ട്, അത് നിങ്ങൾ മേടിച്ചു. നീ വല്ല അനാഥ പിള്ളേർക്കും ചായ മേടിച്ചു കൊടുക്കടാന്ന് അവൻ എന്നോട് പറയുക. അത്ര നികൃഷ്ടമായിട്ട് അനാഥ പിള്ളേർക്ക് ചായ മേടിച്ചു കൊടുക്കുന്ന അത്ര മോശം കാര്യമാണ്? അല്ലെ ഞാൻ അനാഥ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സമൂഹത്തിൽ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും ഇയാൾക്ക് അറിയത്തില്ല. എന്നിട്ട് ഇയാളങ്ങ് പറഞ്ഞു നീ വല്ല അനാഥ പിള്ളേർക്കും ചായ മേടിച്ചു കൊടുക്കാനാണ്. ഇങ്ങനൊന്നും ഉണ്ടാക്കുന്ന മുതൽ നിനക്ക് ഉണ്ടാകത്തില്ല, നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവൻ എന്നോട് പറയുന്നത്. അങ്ങനെ ഞാനിത് റഹീം സാഹിബിനെ അറിയിച്ച് റഹീം സാഹിബ് ഇടപെട്ട് അന്നേരം തിരിച്ചെന്നെ വിളിച്ച് ആ സമയത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അശ്വിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിക്കാരെ അറിയിച്ചിട്ടുണ്ട്, അത് 1 രൂപ അശ്വിനെ നീ കൊടുക്കരുത്, ഇതെല്ലാം നമ്മൾ പാർട്ടി അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇന്നലെ വണ്ടി ലോഡ് കിട്ടി. തിരിച്ചു പോയപ്പോൾ നമ്മൾ വേറൊരു പമ്പിലൂടെ നമ്മുടെ വണ്ടി ഓടുന്നുണ്ട്. ആ ഓടുന്ന പമ്പിലേക്ക് ഇന്ന് ലോഡിന് ചെന്നപ്പോ വണ്ടി പിടിച്ച് മാറ്റിയിട്ടിട്ട് ഇവൻ നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞു, നിന്റെ മുതലാളിക്ക് പാർലമെന്റിൽ നിന്നാണല്ലോ വിളി വന്ന്, പാർലമെന്റിലാണല്ലോ പിടിപാടുന്ന, പാർലമെന്റുകാരനോട് വന്ന് വണ്ടി എടുത്ത് കാണിക്കാൻ പറയാൻ പറഞ്ഞ് വണ്ടി മാറ്റിയിടിപ്പിച്ചു. രാവിലെ ലോഡ് പോകണ്ട, ആ പമ്പ് ഡ്രൈ ആവും ചെന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ്. മാറ്റിയിടിച്ച് ഞാൻ ഇന്നും രാവിലെ വിളിച്ച് കാല് പിടിക്കാം. എന്റെ ഡ്രൈവർ ലിറ്ററലി പട്ടിയെ പോലെ, ആ പാവം പിടിച്ച അവൻ ഒരു കൈ വയ്യാത്തവനാ, അവനും ഒരു തൊഴിലാളി, അവനും ഒരു CIT കാരനാന്ന് ആലോചിച്ചോളാം. അവൻ പട്ടിയെ പോലെ ഈ ബാബു എന്ന് പറഞ്ഞ എന്റെ കാലെ പിടിച്ച് അവിടെ കിടന്നു.
ചേട്ടാ ലോഡ് തരണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഇനി നീ കെഞ്ചാൻ പോകണ്ട, ലോഡ് തരുന്നെങ്കിൽ അവർ തരട്ടെന്ന് പറഞ്ഞാൽ റഹീം സഹാനെ വിളിക്കാൻ നോക്കി, കിട്ടിയില്ല. അങ്ങനെ കിട്ടാതിരുന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോഴാണ് ഞാൻ വാർത്തക്കാർക്ക് ഈ വാർത്ത കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വാർത്തക്കാരെ എല്ലാം വിളിച്ചു പറഞ്ഞ് അവരെത്തുന്ന സമയം കൊണ്ട് റഹീം സഹാവിനെ വിളിച്ചു. വീണ്ടും ഈ പ്രശ്നം നടന്നത് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത വരുന്ന സമയത്ത് തന്നെ റഹീം സഹാവിനെ തിരിച്ചു വിളിച്ച് പറയുന്നുണ്ട്, അശ്വിനെ നിന്റെ വണ്ടി ഇപ്പൊ കയറും, മാക്സി സഹാവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞു, നാളെ പാർട്ടിയിൽ ഇത് ചോദ്യം ചെയ്യും, കൃത്യമായിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംവിധാനങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് എന്നെ അറിയിച്ചു. അപ്പോഴേക്കും വാർത്ത വന്നിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഇവൻ ഇത് മാത്രമല്ല, അവിടെ എല്ലാരെയും, എന്നെ നല്ല എല്ലാ പമ്പുകാരുടെ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഡ്രൈവർമാരെയൊക്കെ. അവിടെ CI2 മാത്രമേ ഉള്ളൂ, മറ്റൊരു സംഘടനയും ഇല്ല. അവിടെ മറ്റൊരു സംഘടനയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുമില്ല. അത് മറ്റൊരു സംഘടന പ്രവർത്തിക്കണമെന്നോ അത് വേണ്ട എന്നൊക്കെ, അതൊക്കെ മറ്റൊരു സംഘടന പ്രവർത്തിക്കണോ വേണ്ട എന്നൊക്കെ ഉള്ളത് അവരുടെ സംഘടനയുടെ തീരുമാനം. പക്ഷെ നമുക്ക് അതിനകത്തൊന്നും അഭിപ്രായമില്ല. അവരില്ലാത്തതുകൊണ്ടാണോ അല്ല മറ്റൊരു ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ തോന്നിവാസം. ഇവരിവിടെ 2-3 പേര് പറയുന്നത് മാത്രം അവിടെ നടക്കും. നമ്മളെ ഭീഷണിപ്പെടുത്ത വണ്ടി കേട്ടില്ല പറഞ്ഞാൽ കേട്ടില്ല. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? ഇതിപ്പോ ഞാൻ തന്റെ അല്ലെങ്കിൽ എന്റെ ഒരു മനോബലം, ഞാൻ എന്തും വരട്ടെ, എന്തും സംഭവിക്കട്ടെ, ഇനിയിപ്പോ എന്തായാലും നേരിടാമെന്നുള്ള രീതിയിൽ ഞാൻ റഹീം സഹാനെ വിളിച്ച് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചാനലുകാരെ അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതിപ്പോ ഇത്രയും ഒരു വാർത്തയായത്. അല്ലെങ്കിൽ ഇത് വാർത്തയാകത്തില്ല. വീണ്ടും ഇവരിങ്ങനെ പൈസ കിട്ടുന്ന പറയുന്നത് മേടിച്ച് തിന്നുകൊണ്ടിരിക്കും. ആ തിട്ടൂരം മാറ്റണം. ഇതൊന്നും പാർട്ടിക്ക് ചേരുന്ന, പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് സങ്കടം. കാരണം പാർട്ടിയുടെ പേര് പറഞ്ഞ് ഇതൊക്കെ കാണിക്കാൻ ഇവൻ ധൈര്യം കാണിക്കുന്നുണ്ട്. ഇവന്റെ പിൻബലം എന്തോ അവിടെ, അവൻ എന്തിന്റെ ബലത്തിലേക്ക് കളിക്കുന്നത്? പാർട്ടി സപ്പോർട്ടില്ലാതെ ഇവൻ ഇങ്ങനെ ഒരു വണ്ടി പിടിച്ചവന് മാറ്റിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ എന്ത് അടിസ്ഥാനത്തിൽ അവിടെ കൊള്ളരുതായ്മ കാണിക്കുന്നത്? ഇത് കൃത്യമായിട്ടും പുറത്തു കൊണ്ടുവരണം. അതിന് ഞാൻ എന്ത് വില കൊടുത്ത് നിന്ന് എന്തുകൊണ്ടാ? ഇത് എനിക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല, പലർക്കും ഉണ്ടാകുന്നുണ്ട്, ആരും തുറന്നു പറയാത്തത്. ഞാനിത് ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഇവിടുന്ന് സൗദിയിൽ നിന്ന് ഞാൻ ഇമെയിൽ അയക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഒരു കള്ളവോ ഒന്നും പറയുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അന്യനാട്ടിൽ കിടന്ന് ഉണ്ടാക്കുന്ന പൈസയും ലോൺ എടുത്ത പൈസയൊക്കെ ഒരു പമ്പ് തുടങ്ങിയതാണ്. പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നിട്ട് നമ്മളിപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയും കൂടെ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇതാണ് അവസ്ഥ. നമ്മളൊരു പാർട്ടിക്കാരനാണ്, പാർട്ടി അനുഭാവിയാണ്, പാർട്ടിക്ക് വേണ്ടി നടന്ന ഒരാളാണ്, എന്നിട്ട് എന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഇവരൊക്കെ തിട്ടൂർ, ഇവരൊക്കെ ധാർഷ്ട്യമാണ്. ഇവരൊക്കെ വേറെ ആരും ചോദിക്കാനില്ല, ആരും ചോദിക്കത്തില്ല എന്നുള്ള ധാർഷ്ട്യം. അവിടെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇവിടെ ആര് വന്ന് എന്തോ ബഹളം ഉണ്ടാക്കാനാന്നുള്ള ചോദ്യം. അങ്ങനെയാണ് ഈ ബാബുവിന്റെ ഒക്കെ നിലപാട്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ചോദിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിന്നത്. അതിന് ഇനി മുമ്പോട്ടുള്ള കാര്യം എന്താകുമെന്നോ, എന്റെ കാര്യം എന്താകുമെന്നോ, എന്റെ സംരംഭത്തിന്റെ കാര്യം എന്താകുമെന്നോ, എന്റെ ബാക്കിയുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിന് ഒരു അറുതി ഉണ്ടാണ്. നാളെ മറ്റൊരു സംരംഭകന് വീണ്ടും ഇതേ അവസ്ഥ ഉണ്ടാകരുത്. എല്ലാ പ്രാവശ്യവും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യവും കണ്ണൂർ ആത്മഹത്യ നടന്നപ്പോഴും, എറണാകുളത്ത് അടി നടന്നപ്പോഴും, തിരുവനന്തപുരത്ത് അടിച്ചപ്പോഴും എല്ലായിടത്തും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ കുറെ താഴെ തട്ടില് പാർട്ടി അറിയാതെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാണ് പ്രശ്നം, പ്രസ്ഥാനത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട്. അപ്പൊ അത് മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ അതും കൂടെ മനസ്സിൽ തീരുമാനിച്ചിട്ടാണ് സഖാവിനോട് ഈ പരാതി പറഞ്ഞതും ചാനലുകാർക്ക് ഇത് കൊടുത്തതും. ഇനി അതിന്റെ ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും എന്നെ എങ്ങനെ ഉപദ്രവിക്കുമായിരിക്കും എന്ന് അവർ പറഞ്ഞിരുന്നത്. ആ ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ ഒരാള് എന്റെ ഇന്നത്തെ ലോഡ് കിട്ടി വെളിയിൽ തുടങ്ങിയപ്പോൾ അവിടുത്തെ ബ്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു നേതാവ് എന്റെ ഡ്രൈവറിനോട് പറഞ്ഞു, നിന്റെ മുതലാളിയെ ഞങ്ങൾ പുറത്ത് വെച്ച് കാണുന്നുണ്ടെന്ന്. അത് ഏതർത്ഥത്തിലാണെന്നും എനിക്കറിയില്ല. അത് ഏതർത്ഥത്തിലായാലും അതെങ്ങനെ വന്നാലും